ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലായിരുന്നു രണ്ട് സുപ്രധാനമായ ജാമ്യാപേക്ഷകൾ എത്തിയതെന്ന് കേരള കൗമുദി റിപ്പോർട്ടിൽ പറയുന്നു. ഒരു അപേക്ഷകൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായ എൻ വാസുവാണെങ്കിൽ മറ്റേത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ അപേക്ഷയായിരുന്നു. വാസുവിന് വേണ്ടിയും മുരാരി ബാബുവിന് വേണ്ടിയും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദിച്ച അഭിഭാഷകർ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ആദ്യം ഇവർ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയണമെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു ഈ കട്ടിളപ്പടി എന്ന് തെളിയണം. ഇത് വാസ്തവത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ്. അവർ പറഞ്ഞത് സ്വർണം പൊതിയാത്തിടത്ത് എങ്ങനെയാണ് സ്വർണം മോഷ്ടിച്ചു എന്ന വിഷയം വരുന്നത്? സ്വർണം പൊതിഞ്ഞു എന്നതിന് തെളിവെവിടെ? ഒരു രേഖയിലും സ്വർണം പൊതിഞ്ഞു എന്നില്ല. നമുക്കൊക്കെ അറിയാം, 98-ൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതാണ്. സ്വർണം പൊതിഞ്ഞതിനെ സ്വർണം പൂശി എന്നാക്കി എഴുതി എന്നതാണ് ഇവരൊക്കെ ചെയ്ത കുറ്റകൃത്യം. ഈ പൊതിഞ്ഞ സ്വർണം അടിച്ചു മാറ്റി ഇവരെല്ലാവരും ചേർന്ന്. അതുകൊണ്ട് തന്നെ കട്ടിളപ്പടിയിലും ദ്വാരപാലക ശില്പത്തിലുമൊക്കെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് തെളിയിക്കാതെ പൊതിഞ്ഞിരുന്ന സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഹൈക്കോടതിയിൽ ഈ വാദം ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതി ഞെട്ടലോടെ ചോദിച്ചു, വാമൊഴി അല്ലാതെ ഒരു രേഖയും ഇത്രയും സുപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞതിനില്ലേ? കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ മിഴിച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. കാരണം അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല. അവർ പറയുന്നത്, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് സ്വർണം പൊതിഞ്ഞു എന്ന് കുറച്ചുപേരുടെ മൊഴിയാണ്. ആ മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുക? ചോദ്യം ന്യായമല്ലേ? ഇത്രയും സുപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖയില്ലെങ്കിൽ പിന്നെ അവിടെ സ്വർണം പൊതിഞ്ഞിരുന്നു എങ്ങനെ വിശ്വസിക്കേണ്ടി വരും? ഈ ചോദ്യം തന്നെയാണ് ഈ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോവുക. സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിന്റെ ഔദ്യോഗിക രേഖകൾ എവിടെ പോയി? ആ രേഖകളൊക്കെ എങ്ങനെ ഇല്ലാതായി? ആ രേഖകൾ ആരട്ടിമറിച്ചു? ഇതുകൊണ്ടാണ് ഞാൻ ആശങ്കപ്പെടുന്നത്, ഈ സുപ്രധാനമായ കേസ് വളരെ ശാസ്ത്രീയമായി അട്ടിമറിക്കപ്പെട്ടേക്കും. സ്വർണം പൊതിഞ്ഞു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കാനും കഴിയില്ല.